നമ്മൾ ഇന്നാൾ പറഞ്ഞു നമ്മുടെ രഹസ്യ സഹനങ്ങളും അത്രയും വേദനകളൊക്കെ പിതാവിന് സമർപ്പിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ ബാങ്ക് ബാലൻസ് കൂടാണ്, സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുകയാണ്. അപ്പോൾ ഈശോയുടെ ഒരൊറ്റ നിമിഷം കൊണ്ട് എന്തോരം ബാങ്ക് ബാലൻസ് കൂടിയെന്ന വിചാരം. നമുക്ക് ഫ്രീഡം തോന്നുന്നവരോടല്ലേ നമ്മൾ ഷെയർ ചെയ്യുക. അപ്പോൾ ദൈവത്തിനോട് ഷെയർ ചെയ്തില്ലെങ്കിൽ എന്താ അർത്ഥം? ദൈവത്തിനോട് ഒരു അടുപ്പവും ഫ്രീഡം തോന്നണില്ല എന്നർത്ഥം. യെസ് ആണോ? അപ്പോൾ ദൈവത്തിന് അറിയാലോ എന്ന് പറഞ്ഞ് പറയാതിരിക്കില്ല. ദൈവമേ അങ്ങേക്ക് അറിയാലോ, എങ്കിലും അങ്ങയോടുള്ള അടുപ്പത്തെ പ്രതി, സ്നേഹത്തെ പ്രതി, ആ ഒരു സ്വാതന്ത്ര്യത്തെ പ്രതി ഞാനിങ്ങനെ ഐ എം പോറിങ് ഔട്ട് മൈ ഹാർട്ട് ടു യു. എൻ്റെ വികാരങ്ങൾ, എൻ്റെ വിചാരങ്ങൾ, ചിന്തകളൊക്കെ ദേ അങ്ങയുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നു. ഇപ്പോൾ ഫ്രണ്ട്സ് തമ്മിൽ ഷെയർ ചെയ്യാന്ന് വെച്ചാൽ അവർ അടുപ്പുള്ളത് കൊണ്ടല്ലേ. ചിലപ്പോൾ ഫ്രണ്ട്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം പ്രോബ്ലമൊക്കെ, എന്നാലും നമ്മൾ ഷെയർ ചെയ്യില്ലേ. എന്തുകൊണ്ടാണ്? ആ ഒരു അടുപ്പം, ഫ്രീഡം, സ്വാതന്ത്ര്യമൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇത് പിതാവിനോട് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തി കൊടുത്ത്. സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കണം. അപ്പോൾ സ്വർഗത്തിൽ വലിയൊരു ബാങ്ക് ബാലൻസ് ഉള്ളപ്പോൾ നമ്മൾ ഒരു ജനത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് പ്രാർത്ഥന കേൾക്കും. കാരണം അത്രയും വില കൊടുത്തിട്ടുണ്ടേ അല്ലേ. ഇപ്പം നമ്മുടെ ബാങ്കിൽ ആകെ 100 രൂപയുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ആരെങ്കിലും ഒരു 1000 രൂപ കടം തരുമെന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാനുണ്ടോ? ഇല്ല. ഓൾറെഡി 1 lakh rupees ബാങ്കിലുണ്ടെങ്കിൽ 1000 രൂപ തരുമെന്ന് ചോദിച്ചാൽ കൊടുക്കാമല്ലോ, ഈസി ആയിട്ട് എടുത്ത് കൊടുക്കാം. അപ്പോൾ സ്വർഗത്തിൽ നല്ല ബാങ്ക് ബാലൻസ്, നല്ല നിക്ഷേപം ഉണ്ടെങ്കിലാണ് കുറേ പേർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുക. പെട്ടെന്ന് പ്രാർത്ഥന കേൾക്കും. കാരണം ഇവളുടെ കയ്യിൽ ഇത്രയും ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇന്ന ആൾക്ക് കൊടുക്കാം. അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുവിൻ എന്ന് വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവ്രി ഡേ നമുക്ക് ഇഷ്ടം പോലെ ചാൻസസ് കിട്ടും സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കാൻ. രഹസ്യമായിട്ട് സഹിക്കുക, രഹസ്യമായിട്ട് കണ്ണുനീരൊഴുക്കുക. രഹസ്യത്തിൽ ചെയ്ത അതിന് വില കൂടുതലാണ്. പരസ്യമായിട്ട് ചെയ്താലുണ്ട്, പക്ഷേ കൂടുതൽ വില രഹസ്യമായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. നന്മ ചെയ്യുന്നതൊക്കെ രഹസ്യമാക്കി വെക്കണം, വല്ല തിന്മ ചെയ്താൽ അത് പരസ്യമായി പറയണം. അതാണ് ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ, ഒരു ആത്മീയ തത്വമാണത്. നമ്മളെന്താ വല്ല തെറ്റ് ചെയ്താൽ, തിന്മ ചെയ്താൽ മൂടി വയ്ക്കും, നന്മ ചെയ്താൽ പരസ്യമാക്കുകയും ചെയ്യും. നേരെ ഓപ്പോസിറ്റ് ചെയ്യാൻ ടെൻഡൻസി. അപ്പോൾ ഇന്ന് മുതൽ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം കരുതി വയ്ക്കാം. എന്തായാലും കുറേ വേദനയുണ്ട്, എന്തായാലും കുറേ കണ്ണീരുണ്ട്, അതൊക്കെ നമുക്ക് വിലയുള്ളതാക്കി മാറ്റാം. കണ്ണീർ നിധിപ്പെട്ടിയിലേക്ക് നിക്ഷേപിക്കൂ. കഴിഞ്ഞ ഈ സഹന നിധിപ്പെട്ടിയുടെ ആ സീരീസ് കഴിഞ്ഞിട്ട് ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് പണികളൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു, എഴുന്നേൽക്കണ്ടേ, ചെയ്യണ്ടേ. അപ്പോഴാണ് സഹന നിധിപ്പെട്ടിയുടെ കാര്യം ഓർത്ത്. അപ്പോൾ എഴുന്നേറ്റ് അങ്ങോട്ട് സഹനം ഏറ്റെടുത്ത് അങ്ങോട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് പ്രാവശ്യം ചെയ്തപ്പോൾ എൻ്റെ മടിയെ പോയി. അങ്ങനെ ഈ നിധിപ്പെട്ടികൾക്ക് നല്ല ഗുണമുണ്ട് പലതരത്തിലും. ഇപ്പോഴും ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് ആ സഹന നിധിപ്പെട്ടിയിലേക്ക് ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ചിലത് സഹനമായി വേദനയായിട്ട് നിൽക്കേണ്ട കണ്ണീരായി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഗ്രേഡിൽ ആ വേദനകളൊക്കെ കണ്ണീരാക്കി മാറ്റി കണ്ണീർ സമർപ്പിക്കൂ. കണ്ണീർ നിധിപ്പെട്ടി, ടിയേഴ്സ് ട്രഷർ ബോക്സ്, അതിലേക്ക് കണ്ണീരൊക്കെ നിക്ഷേപിക്കുക. എന്തായാലും ദൈവം കുപ്പിയിൽ ശേഖരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഉറപ്പില്ലല്ലോ അല്ലേ. വിശ്വാസം ഇല്ലാത്തവർക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടു എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് ഹയർ ഫെയ്ത്ത് ആവാം ദൈവം ശേഖരിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്, വിലയുണ്ട്, ശക്തിയുണ്ട്, ഫലമുണ്ട്. ഓക്കെ, ഓർമ്മിച്ച് വെച്ചല്ലേ. ഓക്കെ, എന്ത് ഗ്രേസ് വേണ്ടേ? കണ്ണുനീരിന്റെ വരല്ലേ, നിർത്താത്ത കണ്ണീര് വരട്ടെ. ഷറാതാറ് ചാലിങ്ങനെ ഒഴുകട്ടെ, പത്രോസിന്റെ പോലെ. ഫ്രാൻസിസ് ചാലുണ്ട്, പറമ്പിലുണ്ട് ചാലുകൾ, നമ്മുടെ മുഖത്തുണ്ടോ ചാലുകൾ? അപ്പോൾ നിങ്ങൾക്കായാലും കണ്ണീർ ചാലുകൾ മുഖത്തുണ്ടാവട്ടെ. നമ്മുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ കണ്ണുനീരും ഈ കണ്ണീർ നിധിപ്പെട്ടിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ബന്ധപ്പെട്ടവരുടെ, സ്വന്തപ്പെട്ടവരുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള കണ്ണീര് നിക്ഷേപിക്കാം. ഒപ്പം
പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി, പരിശുദ്ധ കത്തോലിക്ക സഭയിലുള്ള എല്ലാവർക്കും വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് ആ കണ്ണുനീര് നിക്ഷേപിക്കാം. എല്ലാ ക്രിസ്ത്യാനികൾക്കും വേണ്ടി പ്രാർത്ഥിച്ച്, എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള കണ്ണുനീരും ഈ കണ്ണീർ നിധിപ്പെട്ടിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദ ടിയേഴ്സ് ട്രഷർ ബോക്സ്. ദൈവം അതിന് വലിയ വില കൽപ്പിക്കുന്നു. ഇന്നു മുതൽ ഒരു തുള്ളി കണ്ണുനീര് പോലും വേസ്റ്റാക്കി കളയരുത്. ഹൃദയത്തിൽ വേദനയുള്ളവർ, കരയാതിരിക്കുന്നവർ, ഹാർട്ടായിട്ട് കരയാൻ പറ്റാത്തവർക്ക് കണ്ണുനീര് പൊട്ടിച്ചാടട്ടെ. ഇന്നു മുതൽ കരയാനുള്ള വരം ലഭിക്കട്ടെ. കരഞ്ഞ് ആ കണ്ണുനീര് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ മുഖങ്ങളെല്ലാം കൂടുതൽ പ്രകാശിതമാകട്ടെ, ഹൃദയങ്ങളൊക്കെ കൂടുതൽ കർത്താവിൽ ആഹ്ലാദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Reign the Holy Ruach, Lord. Reign forevermore. ഞാനാണ് ജനൽ. ജനല് എന്താണ് പ്രത്യേകത? ജനല ഇങ്ങനെ തുറക്കാൻ പറ്റും, അടയ്ക്കാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ഒരു കമ്പികളുണ്ട്. വാതിൽ പോലെ അങ്ങനെ തുറന്ന് നമുക്ക് ഫുള്ളായിട്ട് പോകാൻ പറ്റില്ല. എന്നാൽ കാറ്റ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ അത്യാവശ്യമാണ് ജനൽ. അപ്പോൾ വെളിച്ചവും കാറ്റും കിട്ടണമെങ്കിൽ ഈ ജനൽ അത് ഉപയോഗപ്രദമാകും. പിന്നെ ഈ ജനലയുടെ പ്രത്യേകത അഴികളുണ്ടാവും ജനലേക്ക്. അപ്പോൾ അഴികളുണ്ടാവുമ്പോൾ ഒരു ചെറിയ യൂസ് ചെയ്യാം, നമുക്ക് കാണാൻ ഉപയോഗിക്കാം. പക്ഷെ ഈ അഴികളുള്ളത് കൊണ്ട് അതിനൊരു പിടുത്തമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ബൗണ്ടറി ഉണ്ട്. ഇത്രയേ പറ്റുള്ളൂ, ഇത്രയേ എൻ്റെ കൈ പോവുള്ളൂ, ഇതെൻ്റെ ഫുൾ ബോഡി അങ്ങനെ പുറത്തേക്ക് ഇടാൻ പറ്റില്ല. അതാണ് ജനലയുടെ ഒരു പ്രത്യേകത. ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഇന്ദ്രിയങ്ങൾ. നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, നാക്കുണ്ട്, ത്വക്കുണ്ട്. അപ്പം ഇതെല്ലാം ഒരു ജനല പോലെയാണ്. അപ്പം ഈ ജനലയുടെ പ്രത്യേകത നമുക്ക് ഉപയോഗിക്കണമല്ലോ, നമുക്ക് കാണാനും കാറ്റ് കിട്ടാനും, തുറക്കണം, അടയ്ക്കണം. അതുപോലെയാണ് നമ്മൾ. ഇപ്പോൾ കണ്ണാണെങ്കിൽ നമുക്ക് അന്ധൻ്റെ പോലെ നടക്കാൻ പറ്റില്ല, കണ്ണ് വായിക്കാൻ ഉപയോഗിക്കണം. ഈശോയെ കാണാൻ നമുക്ക് നമ്മൾ കണ്ണ് ഉപയോഗിക്കണം. കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ കണ്ണ് ഉപയോഗിക്കണം. നന്മകൾ കാണാൻ നമ്മൾ കണ്ണ് ഉപയോഗിക്കണം. അപ്പോൾ അത് എപ്പോൾ തുറക്കണം, എപ്പോൾ അടയ്ക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അതുപോലെയാണ് ഞാൻ ചെവി. കർത്താവ് നമ്മുടെ ചെവിക്ക് ഒരു അടവ് തന്നിട്ടില്ല. ഈ കണ്ണ് പോലെ, കണ്ണിങ്ങനെ അടയ്ക്കാൻ പറ്റണ പോലെ, കണ്ണിൻ്റെ ഐലിഡ്സ് ഇങ്ങനെ അടയ്ക്കാൻ പറ്റുന്ന പോലെ ചെവിക്ക് അങ്ങനെ അടയ്ക്കാനുള്ളൊരു സാധനം തന്നിട്ടില്ല. പക്ഷെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും എന്ത് ഞാൻ കേൾക്കണം, എന്ത് ഞാൻ കേൾക്കണ്ട. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞങ്ങളിവിടെ രാവിലത്തെ അഡോറേഷൻ്റെ സമയത്ത് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറമേന്ന് ഇങ്ങനെ കുറേ മ്യൂസിക്സ് ഇങ്ങനെ വരും. അപ്പം ഞങ്ങൾക്കതൊരു എനിക്ക് ആദ്യം ഒരു അസ്വസ്ഥതയായിരുന്നു. അയ്യോ, ഈ മ്യൂസിക് വരുന്നത് എൻ്റെ കർത്താവിനെ പറ്റി എനിക്ക് ഓർക്കാൻ പറ്റില്ല, എന്തൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ ചെവി ഇങ്ങനെ കൂട്ടി അടയ്ക്കായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഇൻട്രസ്റ്റ് ആവാതെയായി. എനിക്ക് എൻ്റെ ബോഡിക്ക്, എൻ്റെ മൈൻഡിന് മനസ്സിലായി എനിക്കത് താല്പര്യമില്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ അടയ്ക്കാതെ തന്നെ അവിടേക്ക് അവരെത്ര ഉച്ചത്തിൽ വെച്ചാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കാര്യമാണ് നോക്കണത്. ഓക്കെ, എൻ്റെ കർത്താവ് അവിടെ ഉണ്ട്, ഞാൻ എൻ്റെ ചെവി തന്നെ അടയ്ക്കും. ഇതുപോലെ തന്നെയാണ് വായ. അതിന് നമുക്ക് അടയ്ക്കാൻ പറ്റും. ഇപ്പം അടയ്ക്കാം, നമ്മൾ തീരുമാനിക്കണം എപ്പോൾ നമ്മൾ വായ തുറക്കണം, എപ്പോൾ നമ്മൾ വായ അടയ്ക്കണം. അറിയാമെങ്കിൽ പറയാവോ, ഇല്ലെങ്കിൽ വായ തുറക്കരുതെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നിനക്ക് അറിയെങ്കിൽ നീ പറഞ്ഞോ, അല്ലെങ്കിൽ നീ സത്യമാണോ പറയുമെങ്കിൽ നീ പറഞ്ഞോ, അല്ലെങ്കിൽ നീ പറയരുത്. ആ വായയ്ക്ക് പൂട്ടും താക്കോലും നിർമ്മിക്കാനൊന്നും പറഞ്ഞിട്ട്. അപ്പം അതാണ് നാവിൻ്റെ ഒരു പ്രത്യേകത. നാവ് എന്ന ഇന്ദ്രിയത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത. നമുക്കത് അടയ്ക്കാം, നമ്മൾക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു കാര്യം, നാവ് ഉപയോഗിക്കുന്നത് ടേസ്റ്റ് ചെയ്യാൻ, ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം അത് ഗ്ലട്ടണി ആവുന്നുണ്ടോ, അല്ലെങ്കിൽ കർത്താവിനെ തന്നെ ആസ്വദിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് തീരുമാനിക്കാമല്ലോ നമ്മൾ എന്ത് ചിന്തിച്ചിട്ട് നമ്മൾ കഴിക്കുന്നത്. ഫുഡിൻ്റെ തന്നെ ടേസ്റ്റ് മനസ്സിലാക്കി ആണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നാവിന് പ്രത്യേകത. പിന്നെ ഉള്ളതാണ് മൂക്കിന് ഇതേപോലെയാണ്, ചെവിയുടെ പോലെ തന്നെ അടവില്ല. പക്ഷെ നമുക്ക് തീരുമാനിക്കാം എന്ത് വായു അല്ലെങ്കിൽ എന്ത് ഫ്രേഗ്രൻസ്, എന്ത് മണം ഞാൻ എടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും.
ആദ്യമൊക്കെ ഇങ്ങനെ മൂക്ക് അടയ്ക്കേണ്ടി വരും, പിന്നെ മൂക്ക് തന്നെ അടയും, പിന്നെ മണക്ക് വേണ്ട. നമുക്കറിയാലോ എവിടെ ഏത് സ്ഥലത്ത് പോവുകയാണെങ്കിലും ഒരു പർട്ടിക്കുലർ സ്മെല്ലും ഒരു പർട്ടിക്കുലർ ആംബിയൻസും കാര്യങ്ങളും ഉണ്ട് ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ. അപ്പോൾ ആ സ്ഥലത്തിൻ്റെതായ മണം നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഡസ്റ്റ് വരുമ്പോൾ മൂക്ക് പൊത്തും. അപ്പം അതാണ് മൂക്കിൻ്റെ പ്രത്യേകത. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അടയ്ക്കാൻ പറ്റും. പിന്നെയുള്ളതാണ് നമ്മുടെ ത്വക്ക്. നമ്മൾ ഡിസൈഡ് ചെയ്യണം എത്രമാത്രം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഈ സ്കിന്നിൻ്റെ ഇതിൽ നമ്മൾ എത്ര പ്ലഷർ എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ശരീരം രക്ഷയുടെ വിജാഗിരിയാണെന്ന് CCCയിൽ പറയുന്നത്. അത് ഈ ത്വക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ത്വക്കാകുന്ന ഈ ജനലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ ഈ എല്ലാ ഇന്ദ്രിയങ്ങളും, ഈ 5 ഇന്ദ്രിയങ്ങളും നമുക്ക് ഒരു ജനലയായിട്ട് നോക്കുമ്പോൾ അത് ഏത് സമയത്ത് തുറക്കണം, ഏത് സമയത്ത് അടയ്ക്കണം, കൊതുക് കയറുന്നുണ്ടോ, കൊതുക് കയറുന്നുണ്ടെങ്കിൽ അത് അടയ്ക്കണം, കൊതുക് കയറാത്ത സമയത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇത് തുറക്കണം. അതിൻ്റെ ഒരു ബാലൻസ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യണം. സിസ് ജനലാണെങ്കിൽ ഞാൻ ചുമര് അത് തുറക്കാനും അടയ്ക്കാനൊന്നും പറ്റില്ല. അത് എപ്പോഴും ഈ ജനലയുടെ ചുറ്റും കണ്ടു ഇങ്ങനെയുണ്ടാവും. ഈ ചുമര് എന്ന് പറയുന്നത് നമ്മുടെ ഈ പരിശുദ്ധാത്മാവാകുന്ന ആലയമായ ശരീരത്തിൻ്റെ ബൗണ്ടറീസാണ്. അപ്പോൾ പെർട്ടിക്കുലർ സമയത്തിൻ്റെ, പ്ലേസിൻ്റെ, വ്യക്തികളുടെ, സാഹചര്യങ്ങളുടെയൊക്കെ ബൗണ്ടറി നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പം നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയം, വീട്. അപ്പം ആദ്യം നമ്മൾ വാതിൽ പറഞ്ഞു, പിന്നെ നമ്മൾ ജനൽ പറഞ്ഞു, ഇനിയാണ് ചുമര്. ഈ പരിശുദ്ധാത്മാവാകുന്ന ആലയത്തിന് ചുറ്റും ഈ ചുമരുണ്ടെങ്കിലുണ്ടല്ലോ അത് നമുക്ക് എപ്പോഴും തുറക്കാൻ പറ്റില്ല, എപ്പോഴും തുറക്കാനും പാടില്ല ചുമര്. അപ്പോൾ ഞാനും സിസും തമ്മിൽ ഈ 3 കാര്യം വേണം അല്ലേ? ചുമര് വേണം, ജനൽ വേണം, വാതിൽ വേണം. ഈ ബൗണ്ടറീസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. ആരോട് എന്ത് പറയണം, ആരെയൊക്കെ എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കടത്തണം, എൻ്റെ വീടിനൊരു വോളുണ്ടോ, എല്ലാവരും ഇങ്ങനെ കയറി ഇറങ്ങി. ഇപ്പം നമ്മുടെ വീടായാലും ഒരു ചുമരില്ലാത്ത വീടാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിലേക്ക് എപ്പോഴും കള്ളന്മാർക്ക് കയറാം, ആർക്ക് വേണമെങ്കിലും കയറാം. അതുപോലെ ഞാൻ ആകുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തിന് ചുറ്റും കുറേ ബൗണ്ടറീസ് നമ്മൾ തന്നെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ സ്പിരിച്വൽ ലൈഫിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മൾ അവെയർ ആയിരിക്കണം നമ്മുടെ ജനൽ ഏതാണ്, വാതിലേതാണ്, ചുമരേതാണ്. എല്ലാ ആൾക്കാരോടും നമ്മളെല്ലാം തുറന്നു പറയാറില്ല. അവിടെ നമ്മളൊരു ബൗണ്ടറി വെക്കും. സ്വന്തമായിട്ടുള്ള ആൾക്കാരോട് കുറേ പറയും, പക്ഷെ ദൈവത്തിനോട് ചിലപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയണം. ചില വാൾസിന് ചുറ്റും ഗേറ്റുകളുണ്ട്, ചില വാളിന് ഗേറ്റ് വേണ്ടാത്തതുണ്ട്. ഇതെല്ലാം നമ്മുടെ കയ്യിലായിരിക്കണം ഒരു കൺട്രോൾ നമ്മൾ വെക്കേണ്ടതെങ്കിലാണ് ഈ പരിശുദ്ധാത്മാവാകുന്ന വീടിനെ ഏറ്റവും മനോഹരമാക്കാനായിട്ട് സാധിക്കുക അല്ലേ? പരിശുദ്ധാത്മാവാകുന്ന ഈ ആലയം ഏറ്റവും വൃത്തിയിലും വെടുപ്പിലും സൂക്ഷിക്കണം. അതിന് തന്നെ നമുക്ക് വാതിലും ജനലും ബൗണ്ടറീസും, അതായത് ബൗണ്ടറീസ് ആകുന്ന ചുമരുകളെയും ശ്രദ്ധയോടെ നോക്കിയിട്ട്, ശ്രദ്ധയോടെ പരിപാലിച്ച്, ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് ഈ ഒരു ആലയത്തിന് കൊട്ടാപ്പിയാക്കി എടുക്കാം. Reign the Holy Ruach Lord, reign forevermore. The poem of man God. Maria Valtorta. You now see that under the pretense of zeal for John I am being driven away. And you was എന്താണ് വായിക്കണേ? Spiritual reading. Spiritual reading. What is actually spiritual reading? സ്പിരിച്വൽ റീഡിങ് എനിക്ക് മനസ്സിലാക്കുന്നത് വേറെ പലരും ഈ സ്പിരിച്വൽ ബുക്സ് എഴുതുന്നവരുണ്ടാവുമല്ലോ, അവർ ഏതെങ്കിലും ഒരു നിമിഷത്ത് കുറച്ച് കർത്താവായിട്ട് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഡീപ്പായിട്ട് കർത്താവായിട്ട് അടുക്കുന്ന സമയത്ത് അവർക്ക് വരുന്ന റെവലേഷൻസ്, അവർക്ക് വരുന്ന വിസ്ഡം, അതവർ എഴുതി സൂക്ഷിച്ചിട്ട് നമുക്കിപ്പോൾ അതൊരു സ്പിരിച്വൽ റീഡിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ വായിക്കുന്ന ബുക്ക് ദ പോയം ഓഫ് ദ മാൻ ഗോഡ്, ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതം എന്ന് പറഞ്ഞിട്ട് മരിയ വാൾത്തോർത്തയുടെ ഒരു പുസ്തകം.
വോളിയം 2 ആണ്. അപ്പൊ അതായത് തിരുസഭ പരിശുദ്ധ കത്തോലിക്ക സഭയെ അപ്രൂവ് ചെയ്ത് ഏതെങ്കിലും ഒരു ഞങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ കുറച്ചും കൂടി സഹായിക്കാനുണ്ടെങ്കിൽ ഈ പുസ്തകം ഒക്കെ വായിച്ചിട്ട് ഞങ്ങളെ സഹായിക്കും, സ്പിരിച്വൽ റീഡിങ് ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി ആയിട്ട് എന്താണ്, വാട്ട് ആർ വി ഡൂയിങ് അറ്റ് എവറി മോമെൻറ്റ്? നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് ഞങ്ങൾ ഉപയോഗിക്കേണ്ടത് ഓരോ നിമിഷം, അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ദൈവം ഞങ്ങൾക്ക് തന്നത് ഫ്രീ വില്ലാണ്, സ്വാതന്ത്ര്യവും സമയവും, ടൈം ആൻഡ് ഫ്രീ വിൽ. എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഞാൻ ഡിസൈഡ് ചെയ്യണം ഇന്ന കാര്യം ചെയ്യണം. അപ്പം എനിക്ക് വേണമെങ്കിൽ ഇതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് കമ്പ്യൂട്ടറിൽ ചാറ്റ് ചെയ്യാനതോ അല്ലെങ്കിൽ TV കാണാനതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ ഐ എം ചൂസിങ് ദാറ്റ് എൻ്റെ സമയം, എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ ഈ ഒരു ആത്മീയമായിട്ടുള്ളൊരു കാര്യത്തിന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ഐ വാണ്ട് ടു ഗ്രോ. എനിക്ക് വളരണം, ആത്മീയ ജീവിതത്തിൽ വളരണം. അപ്പോൾ അതിൽ CCCയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ വികാരങ്ങൾ അല്ലെങ്കിൽ പാഷൻസ്, ഫീലിങ്സ് അതെന്തിനു വേണ്ടി സഹായിക്കും? അത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, ബിയാറ്റിറ്റ്യൂഡ്സ് എത്താൻ വേണ്ടി, സുവിശേഷ ഭാഗ്യത്തിലെത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഹെവനിൽ എത്താൻ വേണ്ടി ഒരു ഗോൾ, ആ ഗോളിലേക്ക് നയിക്കാനുള്ളതാണ് ഞങ്ങളുടെ വികാരങ്ങൾ. ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ആണെങ്കിൽ, നല്ല വികാരങ്ങളാണെങ്കിൽ, സ്നേഹത്തിൻ്റെ ഒരു വികാരമാണെങ്കിൽ, അല്ലെങ്കിൽ പാഷൻ ഗുഡ് ആണെങ്കിൽ, സ്നേഹത്തിൻ്റെ യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആണെങ്കിൽ, ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ഗ്രോ ഇൻ സ്പിരിച്വൽ ലൈഫ്. ഈ ഒരു ഹെവൻ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ സ്വർഗത്തിലെത്താൻ ആ ഒരു വഴിയിലേക്ക് സഹായിക്കും. അപ്പോൾ എന്തൊക്കെ ഞങ്ങൾക്ക് സഹായിക്കും? ഈ സമയം, ടൈം ആൻഡ് ഫ്രീ വിൽ ഉപയോഗിക്കാൻ എന്തൊക്കെ സഹായിക്കും? ഫോർ എക്സാമ്പിൾ സ്പിരിച്വൽ റീഡിങ് ഇപ്പോൾ ചെയ്യുന്നത്, ഈ ഒരു വ്യക്തിയുടെ അനുഭവം എഴുതിയ തിരുസഭ ഹോളി കാത്തലിക് ചർച്ച് അംഗീകരിച്ച ഒരു ബുക്ക്. ആ ബുക്ക് ഞങ്ങൾ വായിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഉള്ളിൽ ഞങ്ങൾക്ക് ഒരു ഓപ്പൺനെസ് കിട്ടുന്നുണ്ട്. ആ ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥ കുറച്ചുകൂടി കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ കുറച്ചുകൂടി ഒരു കൊതി, അല്ലെങ്കിൽ ഐ വോണ്ട് ദാറ്റ്, ആ ഒരു ഫീലിംഗ് വരും. അപ്പോൾ എന്താ ചെയ്യും? ഞങ്ങളുടെ ഫീലിങ്സ് ഒക്കെ, വികാരങ്ങൾ ആ ഡയറക്ഷനിലേക്ക് പോകും. സോ എനിക്ക് കിട്ടാനുള്ളത് പിന്നെ എന്തൊക്കെ സഹായിക്കും? പിന്നെ ഈ ഇങ്ങനത്തെ പുസ്തകങ്ങളോ അല്ലെങ്കിൽ മറ്റേത് കാര്യങ്ങളും ദൈവ ഓർമ്മയിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ദൈവത്തെ പറ്റി ചിന്തിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ ഓർക്കുക. ഇപ്പോൾ CCC 27 ഖണ്ഡികയിൽ പറയുന്നുണ്ട്, ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യൻ്റെ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിരിക്കും. ശരിക്കും ദാഹമുണ്ട്, പക്ഷെ കുറേ ഇങ്ങനെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ അത് ചെയ്തിട്ട് ആ ദാഹം ഇങ്ങനെ അതിന് മേലെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഡംപ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം ഈ പുസ്തകം എന്ന് പറയുന്നത് ഈശോയുടെ ജീവിതം തന്നെ, അതിങ്ങനെ ബൈബിളാണ് ഇമ്പോർട്ടൻ്റ്. പക്ഷെ ആ വ്യക്തിക്ക് ഈശോ കൂടുതൽ സ്നേഹം, അങ്ങനെ ആ വ്യക്തി ഇങ്ങനെ ഈശോ ഓർത്ത് ഇന്ന സമയത്ത് ഇന്നത് എന്തായിരുന്നു, അതായത് ബൈബിൾ ബേസ്ഡ് ഉള്ള ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് ഈശോ ഒരു സ്ഥലത്തിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു റെവലേഷൻ കിട്ടിയ ഒരു വ്യക്തിയാണ് മറിയ വാൽക്കോർത്ത. ആൻഡ് ദാറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ദ ചർച്ച്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ചൊരു ഇൻസൈറ്റ് കിട്ടും. ആ ഇൻസൈറ്റ് വെച്ചിട്ട് പിന്നെ ഞങ്ങളുടെ പേഴ്സണൽ ബന്ധം, ഈശോയുള്ള പേഴ്സണൽ സ്പേസ്, ഈ ഒരു സ്പിരിച്വൽ റീഡിങ് വായിക്കും, ഇത് ബുക്ക് വായിക്കും, സ്പിരിച്വൽ ബുക്ക് വായിക്കും. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ എങ്ങനെയാണ് ഈശോയുടെ അടുക്കും, ഇത് വെച്ചിട്ട് ഓക്കെ എനിക്ക് ഇങ്ങനെ ഈ ക്വാളിറ്റീസ് ഈശോനുണ്ട്. ബൈബിൾ ആദ്യം വായിക്കാം, ബൈബിൾ വായിച്ചിട്ടൊക്കെ ഈശോ ഇന്ന സ്ഥലത്ത് പോയി. പക്ഷെ എങ്ങനത്തെ അവസ്ഥ ആയിരിക്കും ഈശോ ആ സ്ഥലത്ത് പോകുന്നത്? കാരണം ഈശോ പൂർണ്ണ ദൈവമായിരുന്നു, പൂർണ്ണ ഹ്യൂമനുമായിരുന്നു. അപ്പോൾ എങ്ങനത്തെ ഒരു ടയർഡ്നെസ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു എയിം ചെയ്തിട്ട് ഒരു ഡിറ്റർമിനേഷൻ ചെയ്തിട്ട് ഇന്ന് ആൾക്കാരെ രക്ഷിക്കാൻ ഞാൻ പോകുന്നത്, ആ ഒരു ലക്ഷ്യത്തോടെയാണ് പോകുന്നത്. അങ്ങനത്തെ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബൈബിൾ എഴുതിയ തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഈശോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി
ഈശോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഈശോയുടെ ക്വാളിറ്റീസ് കൂടുതൽ മനസ്സിലാവും. ബൈബിൾ ബേസ്ഡ്, അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്പിരിച്വൽ ബുക്സ്, അത് അപ്രൂവ് ചെയ്യുക ബുക്സ്, എസ്പെഷ്യലി ഞങ്ങളുടെ സ്പിരിച്വൽ പേരൻറ് പറയുന്നത് ബുക്സ് കുറച്ച് വായിക്കുകയാണെങ്കിൽ അത് ഞങ്ങളെ സഹായിക്കും ഈ ഒരു ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലേക്ക് സഹായിക്കും. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഒരു അനുഭവം ഉണ്ടായത്, ഞാൻ പണ്ട് എനിക്ക് സ്പിരിച്വൽ പാരൻ്റൊക്കെ അങ്ങനെ കിട്ടുന്നതിനേക്കാളും മുമ്പ് എനിക്കിങ്ങനെ പല ടൈപ്പ് പുസ്തകങ്ങൾ ഞാൻ വായിക്കുമായിരുന്നു. ഇപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി വായിക്കുമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ വായിച്ച് ഞാൻ എന്നെ തന്നെ അതിൽ കൊണ്ടിടുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് ഇല്ല. അപ്പം ഞാൻ എന്നെ തന്നെ കൊണ്ടിട്ട് ഞാനൊരു വിശുദ്ധയാണ്, അങ്ങനെ ഒരു മായയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു റിയാലിറ്റിയിലേക്ക് വരാണോ അങ്ങനത്തെ പുസ്തകങ്ങൾ സ്പിരിച്വൽ പാരൻ്റ് മനഃപൂർവ്വം മാറ്റി വെക്കുകയാണ് എൻ്റെ കയ്യിൽ നിന്ന്. നീ അത് വായിക്കണ്ട, ഇപ്പം നീ അത് വായിക്കണ്ട. ഞാൻ വിചാരിക്കും എന്തിനാ, എനിക്കത് ഇഷ്ടമുള്ളതാണല്ലോ, ഞാൻ നല്ല കാര്യമല്ലേ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അവിടെ എന്നെ തന്നെ കൊണ്ടിട്ടിട്ട് എന്നെ വിശുദ്ധ ഫൗസ്റ്റീനയുടെയും ജീവിതം കമ്പയർ ചെയ്യല്ല, രണ്ടും ഒരുപോലെയാണ്, അങ്ങനത്തെ ഒരു കാര്യം ചെയ്യണം. അപ്പോൾ ആരെങ്കിലും സ്പിരിച്വൽ ഗൈഡോ അല്ലെങ്കിൽ സ്പിരിച്വൽ മെൻറ്ററോ അല്ലെങ്കിൽ ഇതുപോലെ സ്പിരിച്വൽ പാരൻ്റോ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് ഈ ബുക്ക് സെലക്ട് ചെയ്യും, എന്ത് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് വി വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ഹാവിങ് യുവർ സ്പിരിച്വൽ റീഡിങ്. അത് നിങ്ങളുടെ ടൈം ടേബിളിൽ ഒരു ഇൻക്ലൂഡ് ചെയ്ത ബൈബിൾ റീഡിങ് ഒരു സമയം മാറ്റി വെക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒപ്പം ഒരു ചെറിയൊരു 5-10 മിനിറ്റ്സ് ബൈബിൾ റീഡിങ്, അരമണിക്കൂറാണെങ്കിൽ ഇതിനൊരു 10 മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് വായിച്ചാൽ ഈ ഒരു സെൻറ്റേർഡ് ഹെവൻ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ സ്വർഗം ലക്ഷ്യമാക്കിയ ഒരു ലൈഫിലേക്ക് ഞങ്ങളെ സഹായിക്കും. Reign the Holy Ruach, Lord, reign forevermore.